മോദി സർക്കാരിനെ വിമർശിച്ച് BMS ദേശീയ ജനറൽ സെക്രട്ടറി വി രാധാകൃഷ്ണൻ മോദി സർക്കാരായാൽ പോലും തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ എതിർക്കും. തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരെ BMS സമരരംഗത്തുണ്ടാകും. BMS സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലായിരുന്നു നിലപാട് വ്യക്തമാക്കിയത്. കേൾക്കാം പ്രതികരണം. തൊഴിലാളി പ്രശ്നങ്ങളെ ഒരുമിച്ച് നിൽക്കണം എന്ന നിലപാട് തന്നെയാണ് BMS. അത് യാതൊരു തർക്കമില്ല. സമരം ചെയ്യുകയാണെങ്കിൽ എല്ലാ ഗവൺമെന്റും സമരം ചെയ്യണം. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും BJP ഗവൺമെന്റ് ആയാലും തൊഴിലാളികൾക്ക് വെല്ലുവിളി എന്നാൽ ഒരുമിച്ച് നിൽക്കാനുള്ള വിശാല വീക്ഷണം ഈ രാജ്യത്തെ തൊഴിലാളി സംഘടന ഉണ്ടായാൽ തീർച്ചയായിട്ടും മുന്നിൽ നിന്ന് BMS നയിക്കും. അതാണ് BMS നിലപാട്. ഇർഫാൻ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. ഇർഫാൻ, ഒരു തൊഴിലാളി വിരുദ്ധ സമീപനം അത് മോദി സർക്കാരിനുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ BMS പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് BMS ഉദ്ദേശിക്കുന്നത്. തൊഴിലാളി വിരുദ്ധ സമീപനം അത് സ്വീകരിക്കുന്നത് BJP സർക്കാരായ നരേന്ദ്രമോദി സർക്കാർ ആയാൽ പോലും BMS അതിനെ ശക്തമായി എതിർക്കും എന്നൊരു നിലപാട് തന്നെയാണ് BMSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. BMSന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കവേ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിലപാട് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ ആണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങൾ തൊഴിലാളി വിരുദ്ധ പ്രശ്നങ്ങളിൽ BMS ആയിരിക്കും സമരരംഗത്തുണ്ടാവുക എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇതിനർത്ഥം കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലും പലപ്പോഴും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നൊരു ഒളിയമ്പ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനു മുൻപും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് BMS രംഗത്ത് വന്നിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഇപ്പോഴത്തെയും ഒരു നിലപാട് എടുത്തത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ശരി ഇർഫാൻ, BMSന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് വി രാധാകൃഷ്ണൻ ഈ വിധമുള്ളൊരു വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. BMS കേന്ദ്ര സർക്കാരിനെതിരെയുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ ശക്തമായി ഉന്നയിച്ചത്.